സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 133 വാക്യം 1. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 133 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമാണ്. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഐക്യതയുടെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഐക്യത ബലമാണ്. ഐക്യത മഹാബലമാണ്. ഐക്യതയിലൂടെ വൻകാര്യങ്ങളെ സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതിന് ഒരു ഉദാഹരണം വായിച്ചു കേൾക്കുവാൻ ഇടയായി. 2019 ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബിരുദദാന ചടങ്ങ് നടക്കുകയായിരുന്നു. ഈ ബിരുദദാന ചടങ്ങിൽ 608 വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുവാൻ ഒരുക്കപ്പെട്ടിരുന്നു. പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് അവർ ജനിച്ച രാജ്യത്തിൻ്റെ പേർ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഓരോ ദേശത്തിൻ്റെ പേർ വിളിക്കുവാൻ ആരംഭിച്ചു. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി ഓരോ ദേശത്തിൻ്റെയും പേരുകൾ വിളിക്കുവാനിടയായി. ഇങ്ങനെ അദ്ദേഹം ഏകദേശം 60 രാജ്യങ്ങളുടെ പേരുകൾ വിളിക്കുവാനിടയായി. ഓരോ ദേശങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പേര് വിളിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ആർപ്പിട്ടുകൊണ്ട് ആഹ്ലാദിക്കുവാനിടയായി. 60 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരുമിച്ച് ബിരുദദാനം സ്വീകരിക്കുമ്പോൾ അവർ ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. അവർ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വിജയിച്ചു, ഒരുമിച്ച് ബിരുദദാനം സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ആഹ്ലാദിക്കുന്നു. നാം വായിച്ചു കേട്ട 133 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ആരോഹണ ഗീതത്തിൽ പറയുകയാണ്, ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്നാണ്. ശുഭം എന്നുള്ള വാക്കാണ് ആദ്യമായി ഇവിടെ എഴുതിയിരിക്കുന്നത്. തുടർന്ന് മനോഹരം. ശുഭവും മനോഹരവുമായ കാര്യമാണ് ഐക്യത. ഐക്യതയെക്കുറിച്ച് ശലോമോൻ രാജാവ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ, വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. സഭാപ്രസംഗി 4:11, 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർമാകും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർമാറും. 4:12, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ഈ വചനങ്ങളെല്ലാം പറയുന്നത് ഐക്യതയുടെ അനിവാര്യതയാണ്. ഐക്യതയിൽ വലിയ ബലമുണ്ട്, ഐക്യതയിൽ വലിയ ശക്തിയുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഐക്യതയോടെ പെരുമാറുമ്പോൾ, അതുപോലെ സഭയിൽ, സമൂഹത്തിൽ, ജോലിസ്ഥലത്ത്, സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഐക്യതയോടെ ആയിരിക്കുമ്പോൾ അവിടെ വലിയ സന്തോഷത്തിനും, നാം ഉദാഹരണമായി കേട്ട യൂണിവേഴ്സിറ്റിയിൽ ആ ബിരുദദാന ചടങ്ങിൽ എല്ലാവരും സന്തോഷിച്ച് ആർത്ത് ഘോഷിച്ചതുപോലെ എല്ലാ മേഖലകളിലും ആനന്ദത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും. യഥാർത്ഥമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും രഹസ്യം ഐക്യത എന്നാണ് നാം ഇന്ന് വായിച്ചു കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത്.
അത് ശുഭമാണ്, അത് മനോഹരമാണ്. ആമേൻ, ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.